നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വാങ്ങിച്ചു. ഇന്ന് മോളുടെ സ്കൂളിലെ ആദ്യ ദിവസമല്ലേ? വലുതായി കഴിയുമ്പോ ആരാവണമെന്ന് ആഗ്രഹം? കളക്ടർ. കളക്ടറോ? അതൊന്നും വേണ്ട. അതെന്താ സത്യാമ്മേ? കളക്ടർ എന്ന് പറഞ്ഞാൽ നല്ല അന്തസ്സും ബഹുമാനവും ആദരവും ഒക്കെ കിട്ടുന്ന ജോലിയല്ലേ? അങ്ങനെ ഒരു ജോലി കിട്ടാൻ ആരാ കൊതിക്കാത്തത്? അധികാരചക്രം തിരിക്കുന്ന ആളല്ലേ കളക്ടർ? അതൊക്കെ വളർന്നു കഴിഞ്ഞുള്ള കാര്യമല്ലേ, അതപ്പോ തീരുമാനിക്കാം. വാ മോളെ, സ്കൂളിൽ പോകാൻ സമയമായി. വാ. പോട്ടെ. അപ്പൊ കാണാം. പോട്ടെ. പ്രദക്ഷിണം കഴിഞ്ഞോ അമ്മേ? തിരുമേനി, എന്തായി മിടുക്കിയുടെ പേര്? സത്യഭാമ, പുണർദ നക്ഷത്രം. അതിശയമായിരിക്കുന്നല്ലോ. അപ്പോ സത്യഭാമയെ നിർത്തിപ്പൊരിച്ചത് വേറൊരു സത്യഭാമ തന്നെയാ? അമ്മേ, അവരുടെ കൂട്ടത്തിലുള്ള കുട്ടിയുടെ നക്ഷത്രം പുണർദം തന്നെയാ. മോളെ, സ്കൂളിലെത്താൻ വൈകും. കഥയൊക്കെ പിന്നെ പറയാം. തിരുമേനി, ഇപ്പൊ ചെയ്യാം. മോളെ, മോൾക്ക് വലുതാവുമ്പോ ആരാ ആവേണ്ടേ? അമ്മയെ പോലെ വലിയ ഓഫീസർ. മോള് പ്രാർത്ഥിച്ചോ. ഭഗവാനെ, ഇത്തവണ നീ തന്നെ രക്ഷിച്ചു. ഇനി അങ്ങോട്ടും നീ തന്നെ ശരണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ, കേക്ക് കെട്ടി കെട്ടി. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. നിക്ക് 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 നിക്ക്. മോളെ, ഇനി മുതൽ മോൾക്ക് കേക്ക് എടുത്തു തരേണ്ടത് എന്റെ മോന. അപ്പോ ഇന്നെ നമുക്ക് തുടങ്ങിയാലോ? എടാ, എടുത്തങ്ങോട്ട് കൊടുക്ക്. അല്ല, ഇതിനിടയിൽ നീ എവിടെ പോയിരുന്നു? അയാൾ അതിന് ആദ്യത്തെ അടിക്കാന് മുങ്ങിപ്പോയില്ലേ? இந்த மாதிரி அவஸ்தைன்னு ഞാൻ நினைக்கல சார். എടുത്തു കൊടുക്കേട്ടാ. எடுத்து கொடுங்க சார். എടുത്തു കൊടുക്കടാ. ഇതെന്താ മോളെ?
എന്റെ മോനെ ഇങ്ങനെ അവഗണിക്കല്ലേ. അവനടുത്ത് കൊടുക്കുന്നേ. കള്ളത്തരം പിടിക്കാൻ വന്ന് സാറേ കുടുങ്ങിയാച്ചു. സാധാരണ എന്റെ മോളുടെ പിറന്നാൾ എന്ന് പറഞ്ഞ ഒരു അമ്പലത്തിൽ പോക്കും ഒരു പായസവും, അതിലപ്പുറമൊന്നുമില്ല. ഇന്നിപ്പോ എല്ലാവരും കൂടെ മാറ്റിമറിച്ചു. എന്തായാലും ഈ പാതിര പരിപാടി ഇത്തിരി കടുത്തുപോയി. ശിവാനന്ദേട്ട ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ ഭൂകമ്പം ഉണ്ടായനെ. പോരാത്തിന് എല്ലാത്തിനെ തൊരിഞ്ഞും കൂടെ കൊന്നനെ. അങ്ങനെ ഒന്നും സംഭവിക്കില്ല നളിനി, കേട്ടോ. എല്ലാം தெரிஞ்சதுக்கு അപ്പുറമാണല്ലേ സാറേ മുഖം മൂടിയിട്ട് ഇങ്ങ വന്നത്. നിങ്ങളുടെ ബർത്ത്ഡേ ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. തൽക്കാലം ഇവിടെ രക്ഷപ്പെട്ടെന്ന് കരുതിയാണ്. ആ മോളെ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ, കേട്ടോ. താങ്ക് യു അച്ഛാ. നാളെ സമ്മാനങ്ങളുടെ ഒരു പെരുമഴ തന്നെ വരുന്നുണ്ട് അമ്മയുടെ വക. കഴിച്ചു മോളെ, ഞങ്ങളങ്ങ് മടങ്ങട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിച്ചു. കാണാത്ത കാഴ്ചകള്, ഇതുവരെ ഇല്ലാത്ത ശീലങ്ങള്, ഇതൊക്കെ നിങ്ങളായിട്ടാ മോളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. കാത്തോളിന് എന്റെ മോളെ. അതിലൊരു സംശയം വേണ്ട. നിത്യമോളെ ഞങ്ങൾ അങ്ങ് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഓംലെറ്റ് ആയില്ലേ ഇതുവരെ? അവളുണ്ടാക്കിക്കൊണ്ട് വരട്ടടാ. ആഹാ, എല്ലാരും കഴിച്ചു കഴിയാറായില്ലേ? ഇനി അവന്തികതാ എന്റെ അടുത്ത് വന്നിരുന്നാട്ടെ. ഞാൻ പിന്നീട് കഴിച്ചോളാം. അവിടെ ഇരിക്കേ. എന്തിനാ വേറൊരു പ്ലേറ്റ്? നമുക്ക് ഇത് കഴിക്കാമല്ലോ. ആദ്യം നിന്റെ കൈ കൊണ്ടുണ്ടാക്കി എനിക്ക് കൊണ്ടുവന്ന ഓംലെറ്റ് തന്നെ നമുക്ക് കഴിക്കാം. എനിക്ക് വേണ്ട. കഴിക്കെടുത്തി കേട്ട സ്നേഹം കൊണ്ട് തരുന്നല്ലേ. കഴിക്കാവന്തികെ. വാതർക്ക്. എടുത്തേക്ക് നൊസ്റ്റാൾജി അടിച്ചു. കണ്ണു നിറഞ്ഞ് ഒഴുകുന്ന കണ്ടില്ലേ? എടാ, പണ്ട് നമ്മൾ ഇങ്ങനെ ആയിരുന്നടാ. ഇനി എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യും. വാതർക്ക്.
മക്കളുടെ സ്നേഹം കാണുമ്പോൾ എന്റെ മനസ്സ് നിറയുന്നുണ്ട്. എന്നും ഇതുപോലെ സ്നേഹിച്ച് മുന്നോട്ട് പോകണം. അതാ എന്റെ ആഗ്രഹം. ഒന്നുകൂടെ തരട്ടെ? വേണ്ട. കുറച്ചുകൂടെ കഴിക്കാന്നേ. ആ ആ കഴിക്കേ. ആ ആ മതി. പോരാ പോരാ, കുറച്ചുകൂടെ കഴിക്കാന്നേ. ആ ഹേയ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സ്നേഹത്തിന് അതല്ലാതെ മറ്റൊരു വികാരം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. കരയരുത്. എനിക്കറിയാൻ ലച്ചുനെ. ലച്ചു, ഇനി കരയരുത്. ഒന്നിച്ച് ജീവിക്കാനായാലും ഇനി അതല്ല നല്ലൊരു സുഹൃത്തായിട്ടായാലും ലച്ചുവിന്റെ കൂടെ ഞാനുണ്ടാവും. വാ, നമുക്ക് പോവാം. പഠിക്കുന്ന ആഗ്രഹമാണല്ലോ ലച്ചു സഞ്ജുവിനോട് പറഞ്ഞത്. ലച്ചുവിന്റെ ആ ആഗ്രഹത്തിന് ഞങ്ങൾ ആരും തടസ്സമാവില്ല. ലച്ചുവിന് എത്താൻ കഴിയുന്ന ദൂരം വരെ കൂടെ ഞാനുണ്ടാവും. എനിക്ക് വിശ്വാസമുണ്ട്. ഇനി മനസ്സ് വേദനിപ്പിക്കരുത്. ഇത് ലച്ചു എടുത്ത തീരുമാനമാണ്. ഞാൻ അമ്മയെ വിളിച്ച് ഈ വിവരം ഒന്ന് പറയട്ടെ. ലച്ചുവിന് വിരോധമൊന്നുമില്ലല്ലോ? പറഞ്ഞോളൂ. അമ്മ എത്രയോ നാളുകളായി കേൾക്കാൻ ആഗ്രഹിച്ച വാർത്തയായത്. പാവം അമ്മ. അമ്മ അച്ഛൻ്റെ തറവാട്ടില്ല. ഒരിക്കൽ നമുക്കവിടെ പോവാം. എന്താ മോനെ? അമ്മ കേൾക്കാൻ കൊതിച്ച ഒരു വാർത്തയാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താടാ? ലച്ചുനിന്റെ അഭ്യർത്ഥന സ്വീകരിച്ചോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.
നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സഞ്ജു സ്വാതി തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ലച്ചു ഒരു പരിഹാരം കണ്ടിട്ടാ വന്നിരിക്കുന്നത്. മംഗലശ്ശേരിയിലേക്ക് തിരിച്ചു വരാൻ സ്വാതി ഒരു ഡിമാൻഡ് ലച്ചുവിന്റെ മുന്നിൽ വെച്ചിരുന്നു. ഡിമാൻഡ്? അവളോട് ഇവിടുന്ന് പോകാനാണെങ്കിൽ അത് സങ്കടമുള്ള കാര്യം മോനെ. അതൊന്നുമല്ല, ലച്ചുവിന്റെ എന്റെയും വിവാഹം. ആണോ? അതിന് ലച്ചു സമ്മതം പറഞ്ഞ സ്വാതി വരുമെന്നാ പറഞ്ഞയച്ചത്. ശ്രീകുട്ടി എന്തിനു വേണ്ടിയാണത് പറഞ്ഞതെന്നായാലും അതൊരു നല്ല കാര്യമാണ്. ആശയും അരവിന്ദൻ തിരുമേനിയും ഈ ഒരു ആവശ്യം പറഞ്ഞ് ഇവിടെ വന്നതല്ലേ. അവരോടൊരു ഉറപ്പ് പറയാൻ എനിക്കൊട്ട് കഴിഞ്ഞതുമില്ല. എന്നിട്ടിപ്പോ എന്താ ലച്ചുവിന്റെ നിലപാട്? അത് ലച്ചു തന്നെ പറയട്ടെ, ഞാനല്ലോ പറയേണ്ടത്. നിങ്ങളിലൂടെയല്ലേ സ്വാതി അറിയേണ്ടത്. മോളെ, ഞങ്ങൾ ആരും നിന്നെ നിർബന്ധിക്കില്ല. എന്ത് തീരുമാനവും നിനക്കെടുക്കാം. ഒരാളുടെ നിർബന്ധത്തിന് വഴങ്ങി സമ്മതം പറയേണ്ട ഒന്നല്ല വിവാഹം. അതിന്റെ പേരിൽ താലി കെട്ടുന്ന പുരുഷനെ ഒരു തരത്തിലും വേദനിപ്പിക്കാനും പാടില്ല. ശ്രീദേവിയടുത്ത് പറഞ്ഞത് സത്യം. നീ സ്വാതിക്ക് വേണ്ടി ഗോവിന്ദുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതം മൂളണ്ട. നീ സമ്മതിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാ അർത്ഥത്തിലും ഗോവിന്ദിന്റെ ഭാര്യയായി ജീവിക്കാൻ വേണ്ടി ആവണം. ആരുടെയും ജീവിതം ഞാൻ കാരണം നശിച്ചു പോവില്ല. ആത്മാർത്ഥമായി തന്നെയാ ഡോക്ടറുമായുള്ള വിവാഹത്തിന് ഞാൻ സമ്മതം പറഞ്ഞത്. ദൈവമേ, എല്ലാ പ്രശ്നങ്ങൾക്കും അങ്ങനെ ഒരു പരിഹാരം കണ്ടല്ലോ. നല്ല തീരുമാനം അമ്മ ഇപ്പൊ കൈക്കൊണ്ടത്. സ്വാതി അങ്ങനെ ആവശ്യപ്പെടാതിരുന്നെങ്കിൽ ഈ ജന്മം അമ്മ ഒരു വിവാഹത്തിന് തയ്യാറാവില്ലായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, മറ്റുള്ളവരുടെ സന്തോഷം കണ്ട് ജീവിക്കുന്നതിനേക്കാൾ സന്തോഷം അവൾക്ക് വേറെ ഇല്ല. ഇത് തന്നെയാ അവളും എന്നോട് പറഞ്ഞത്. പക്ഷേ സ്വാതി ഈ സന്ദർഭം നന്നായി ഉപയോഗപ്പെടുത്തിയെന്ന എനിക്ക് തോന്നുന്നത്. സ്വാതിക്കറിയാം അവളുടെ അനിയത്തിന്റെ മനസ്സ്. അതെ മോനെ, ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീകുട്ടിയുടെ ദേഷ്യവും സങ്കടവും ഒക്കെ സഞ്ജുവിനോടാണെന്നാണ്. അതൊക്കെ പതുക്കെ അങ്ങ് മാറും. അതിന് അമ്മുവിന്റെ കല്യാണം ഒരു കാരണമാകും. അല്ല, ഗോവിന്ദ് ആശയെ വിളിച്ച കാര്യം പറഞ്ഞു? ഞാൻ അമ്മയെ വിളിച്ചു. കള്ളൻ, അതിനുള്ളിൽ അതും നടന്നോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്ന് രാവിലെ ഈ പെൺകുട്ടി ഇവരുടെ ഭർത്താവിനെ കൊണ്ട് ഇവിടെ വരുമെന്ന് പറഞ്ഞു. പക്ഷെ അവർ വന്നില്ല. ഇതുവരെ അവരെ കണ്ടതുമില്ല. എടോ, ഈ പെൺകുട്ടി പറഞ്ഞില്ലേ അവളുടെ ആ അമ്മായിയമ്മ ഞാനാണ്. അയ്യോ, എന്റെ മരുമകളാണ് അവള്. ഇത്രയും നല്ല മേഡത്തെ കുറിച്ചാണ് ആ പെൺകുട്ടി ഓരോന്ന് പറഞ്ഞത്. അതെ, അവൾക്ക് മാനസികമായിട്ട് ഇത്തിരി പ്രശ്നമുണ്ട്. ഇത് പുറത്തു പറയുന്നത് ഇത്തിരി വിഷമമുള്ള കാര്യമാണ്. എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ മാനസിക പ്രശ്നമുള്ള കൊച്ചായിരുന്നു അത്. കണ്ടാ പറയില്ല കേട്ടോ. ഒട്ടും പറയില്ല. പക്ഷേ വാസ്തവം അതാണ്. അവൾക്ക് ഞങ്ങളൊക്കെ ശത്രുക്കളാണ്. എന്നെ അവള് അവളുടെ ഏറ്റവും വലിയ എതിരാളിയായിട്ടാ കാണുന്നത്. അതുകൊണ്ട് അവൾക്ക് എങ്ങനെയെങ്കിലും എന്നെ ദ്രോഹിക്കണം. അതിനുവേണ്ടി അവൾ ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടും.
ഒരുപാട് ബുദ്ധിമുട്ടുകള് ഇതേപോലെ അവൾ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ മോനും അതറിയാം അല്ലടാ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? സുഖമില്ലാത്ത കുട്ടിയായി പോയില്ലേ. ഡോക്ടർമാരൊന്നും കാണിച്ചില്ലേ മാഡം? കാണിക്കാത്ത ഡോക്ടേഴ്സ് ഇല്ല. ധാരാളം ട്രീറ്റ്മെന്റും നടത്തിയതാ. പക്ഷെ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. ആ ദേ ഇപ്പൊ അവൾ എങ്ങനെയോ നിങ്ങളെ കണ്ടെത്തി എനിക്കെതിരെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുക. മാഡം ഇപ്പൊ ഇവിടെ വന്ന് ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആകെ വിഷമിക്കുമായിരുന്നല്ലോ. അവൾ എനിക്കെതിരെ എന്തോ ഒപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നി അന്വേഷിച്ചപ്പോഴാ അവള് നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത വിവരം മനസ്സിലായത്. ആ ഏതായാലും ഇനി അവള് വന്ന് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാ നിങ്ങളത് വിശ്വസിക്കരുത് കേട്ടോ. ഫോൺ ചെയ്താ എടുക്കുകയും ചെയ്യരുത്. അവൾ ഇനി ഇങ്ങോട്ട് വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. അഥവാ വന്നാൽ അപ്പൊ തന്നെ നിങ്ങൾ ഞങ്ങളെ വിളിച്ചു പറയണം. പറയാം മാഡം. ഞാൻ അപ്പോഴേ വിചാരിച്ചു ജീവനോടിരിക്കുന്ന എന്റെ ഫോട്ടോ ആരെങ്കിലും ഇങ്ങനെ ഒരു കാര്യത്തിന് ഉപയോഗിക്കുമെന്ന്. മാഡം സമാധാനമായിട്ടിരിക്കെ. ഞാൻ ഇനി ആ കൊച്ചു വിളിച്ച ഫോൺ എടുക്കില്ല. അഥവാ വന്ന ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. ഉറപ്പായി മാഡത്തെ അറിയിക്കുകയും ചെയ്യാം. ഏതായാലും ആ കുട്ടിക്ക് പെട്ടെന്ന് സുഖമാവട്ടെ. മാഡത്തിന് ഫോൺ നമ്പറും തരൂ. നമ്പർ കൊടുക്കും. ഓക്കെ മാഡം. ശരി. ഓ ആ ശരി എന്നാ. ശരി. വാ. ചേച്ചി ചേച്ചി എത്ര സമർത്ഥമായ പാർവതി ഒരു മനോരോഗിയാണെന്ന് അയാളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചേ. ഇനിയവൻ ഏതായാലും ചേച്ചിക്കെതിരെ വാ തുറക്കില്ല. ഇല്ലെങ്കിൽ ഇവന്റെ വാ മൂടിക്കെട്ടാൻ വേണ്ടി ലക്ഷങ്ങൾ വേണ്ടി വന്നേനെ. പ്രതാപ, ഇയാളിപ്പൊ ഞാൻ പറഞ്ഞത് വിശ്വസിച്ചെങ്കിലും ഇവൻ ഈ കടയിലിരിക്കുന്നത് നമുക്കത്ര പന്തിയല്ല. അവളേതായാലും ഇയാളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്ത് ഇയാളെ ഇവിടുന്ന് ഒഴിപ്പിക്കണം. ഇതെന്തായാലും ഞാൻ നോക്കിക്കോളാം ചേച്ചി. ചേച്ചി ടെൻഷൻ അടിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവർ വളരെ ദൂരത്തൊന്നുമല്ല. അവര് നമ്മുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. അങ്ങനെയാ എന്റെ മനസ്സ് എന്നോട് പറയുന്നത്. ഇത് മറ്റാരും അല്ല വിശാൽ സർ. നിങ്ങൾ സ്വന്തം അമ്മയെ പോലെ കണ്ട് സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന പ്രഭാവതി അമ്മയാണ്. അവരാണ് നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പാർവതി, നീ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ കേട്ടു സർ. ഞാൻ പറഞ്ഞത് കേട്ടിട്ട് തനിക്ക് എന്ത് തോന്നി? സാറിന്റെ ഈ സംശയം എനിക്കും ഉണ്ട് സർ. ആരായിരിക്കും നമ്മുടെ അരികിൽ മറഞ്ഞിരിക്കുന്ന ആ ശത്രു? ഏതായാലും ഇനി ചുറ്റിനും ഒരു ജാഗ്രത വേണം. ശത്രു ആരാണെന്ന് കണ്ടെത്തണം. നമുക്ക് കണ്ടെത്താം സർ. ഏതായാലും ഇപ്പൊ ഇതൊന്നും ചിന്തിച്ച് കൂടുതൽ അസ്വസ്ഥപ്പെടണ്ട. ആദ്യം ഈ മുറിവൊക്കെ ഒന്ന് ഭേദാവട്ടെ. പാർവതി. ആ ഗാർഗി. ഏതായാലും നിങ്ങൾ രണ്ടാളും കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കണം. പുറത്തേക്കൊന്നും പോണ്ട. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാ മതി. ഇപ്പൊ നിങ്ങളെ ഫുഡ് കഴിക്കും. ബ്രോ, പെട്ടെന്ന് ഉഷാറായി വരണം കേട്ടോ. ഇതൊക്കെ വേഗം മാറും. ഞാൻ പ്രാർത്ഥിക്കാം. പാർവതി, നീ ബ്രോയ്ക്ക് ഫുഡ് എടുത്തു കൊടുക്ക്. ഞാൻ ഒന്ന് ചെല്ലട്ടെ. ശരി. എന്നാ നമുക്ക് കഴിച്ചാലോ?
വിശാൽ സർ. ഈ സുകുമാരൻ സാർ ഇത് എവിടെയാ? എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ അങ്കിള് കിടക്കങ്ങളെ. കിടക്കങ്ങൾ കിടക്കങ്ങളെ, ഇല്ലെങ്കിൽ ഞാൻ പിണങ്ങുവേ. ശരി മോളെ, അങ്കിള് കിടക്കാം. കിടക്കാട്ടോ. ഇനി മോള് ഉറങ്ങിക്കോ. ഇനി അമ്മ ഇപ്പുറത്ത് കിടക്ക്. അയ്യോ, അത് മോളെ. വാവമ്മേ, എന്നാലും എനിക്ക് ശരിക്കും ഉറക്കം വരൂ. അമ്മേ, അങ്കിളിന്റെ അമ്മയുടെ അടുത്ത് എനിക്കിങ്ങനെ കിടക്കണം. ഇതെന്റെ ആഗ്രഹം. ഇവിടെ കിടക്കമ്മേ. അമ്മേ, ഞാൻ പിണങ്ങുവേ. കിടക്ക്. അമ്മ ഇവിടെ ഒന്ന് കിടക്കുമേ. ഇനി ഞാൻ ഉറങ്ങാൻ പോവാ. പൊയ്ക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി.
ഓഹോ, അപ്പോ അരുണിന് എന്നെക്കാൾ പ്രധാനം ഇവളാണല്ലേ? അതെടി, എനിക്ക് നിന്നേക്കാൾ പ്രധാനം ഇപ്പൊ അഭി തന്നെയാ. നിനക്ക് അത്രയ്ക്ക് പ്രശ്നമാണെങ്കിൽ നീ ഇപ്പൊ ഇവിടെ ഇറങ്ങണം. പോയി കേസ് കൊടുക്ക്. ബാക്കി എന്താ വരുന്നതെന്ന് വെച്ചാ ഞാൻ നോക്കിക്കോളാം. ഇതേ ഞാൻ സ്നേഹിച്ച, ഇപ്പോഴും സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി ജീവിതം ഹോമിച്ച എന്റെ പെണ്ണ. ഞാൻ സ്നേഹത്തോടെ താലി കെട്ടിയ എന്റെ ഭാര്യ. ഈ കിടക്കുന്നത് എന്റെ രക്തമാ, എന്റെ സ്വന്തം മോള്. ഇവരെ രണ്ടാളെയും വിട്ട് ഞാൻ ഇവിടുന്ന് എങ്ങോട്ടുമില്ല. എന്നാലും എന്റെ പിന്നാലെ വന്ന് നീ എല്ലാ സത്യവും കണ്ടുപിടിച്ചല്ലോ, അതാ കൂടുതൽ നന്നായത്. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇക്കാര്യം നിന്നോട് പറയാനിരുന്നതാ. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. എന്ത് വന്നാലും ആരൊക്കെ ഇനി എതിർത്താലും ഇന്ന് ഈ നിമിഷം മുതൽ ഞാൻ ഇവരോടൊപ്പം ഈ വീട്ടിൽ കഴിയാൻ പോവാ. എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന എന്റെ അഭിയെ. ആ സ്നേഹം ഇനി കണ്ടില്ല എന്ന് നടിക്കാൻ എനിക്കാവില്ല. എന്റെ മോളെ ഇനിയും ഒറ്റപ്പെടുത്താനും വേദനിപ്പിക്കാനും എനിക്ക് വയ്യ. എന്റെ മോൾക്ക് അവളുടെ അമ്മ മാത്രം പോരാ, അവളുടെ അച്ഛനും അവൾക്കൊപ്പം വേണം. ഇതെന്റെ തീരുമാനമാണ്. നീ ഇനി ഇവിടെ നിൽക്കണമെന്നില്ല. നിനക്ക് പോവാം. ഇറങ്ങടി. പോലീസോ കോടതിയോ എന്ത് വേണമെന്ന് വെച്ചാൽ അയക്കോ. അപ്പൊ എന്താ വേണ്ടതെന്ന് വെച്ചാ അത് ഞാൻ ചെയ്തോളാം. പറഞ്ഞത് മനസ്സിലായില്ലേ? ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഇറങ്ങ്, മുറിക്ക് പുറത്തിറങ്ങ്. എടി പുറത്തിറങ്ങടി. എടി നിന്ന് കണ്ണൂരിട്ട് ഇറങ്ങി പോവാൻ. അരുൺ, അരുൺ വേണ്ട. അരുൺ ഒപ്പം ചെന്നേ. എന്നെ മോളെ ചൊല്ലിയൊരു പ്രശ്നം വേണ്ട. അബി വേണം. ഇനിയും ഈ സത്യം ഒളിപ്പിച്ച് വെച്ച് എനിക്കിങ്ങനെ ജീവിക്കാൻ വയ്യ. അത്രയ്ക്ക് മാത്രമാ ഞാൻ അനുഭവിച്ചത്. ഇതേ ചൊല്ലി അബി കുടിച്ച കണ്ണീരിന് കണക്കുണ്ടോ? എന്റെ മോളുടെ വേദന അതിനാരും മറുപടി പറയും? ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാവും. അതിന് എന്ത് പ്രശ്നം വന്നാലും ശരി, എന്റെ നിലപാടിന് ഒരു മാറ്റവും ഇല്ല. അരുൺ, ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. അരുൺ, ഞാൻ പറയുന്നു. ഇക്കാര്യത്തിൽ എനിക്ക് ആരുടെ ഉപദേശം വേണ്ട. മതി, നിർത്ത്. എന്തായാലും എന്റെ CID ഭാര്യയ്ക്ക് ഇനി പോവാം. ഇറങ്ങിപ്പോടി. എടി പുറത്തിറങ്ങാൻ. എടി ഇറങ്ങി പുറത്തു പോടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എല്ലാവരെയും കാണുമ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക് സങ്കടങ്ങൾ കൂടുന്നത്. മറ്റാരുമല്ലല്ലോ നിന്നെ അകറ്റി നിർത്തിയിരിക്കുന്നത്. നിന്റെ അമ്മയല്ലേ. അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ ലോകത്തുള്ള ഒരമ്മമാരും മക്കളോട് കാണിക്കുന്ന അകൽച്ച അകൽച്ചയല്ല, പിണക്കം പിണക്കവുമല്ല. അത് അമിത സ്നേഹത്തിൽ നിന്ന് ഉണ്ടായതാണ്. എന്റെ ഭാര്യ രാജലക്ഷ്മിയെ ഞാൻ ന്യായീകരിക്കല്ല. നിന്റെ അമ്മ നീ കാണാതെ നിന്നെ നോക്കുന്നുണ്ട്. നീ അറിയാതെ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഏത് നേരവും ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ എന്തിനാച്ച എന്നെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്? അത് ചില പ്രത്യേക മനുഷ്യരുടെ മനഃശാസ്ത്രമാണ്. പണ്ട് പടിക്ക് പുറത്താക്കിയതുകൊണ്ട് ഇന്നും അങ്ങനെ തന്നെയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പാഴ്ശ്രമം.
സത്യം പറഞ്ഞാൽ ഏത് അമ്മയും മകനും തമ്മിൽ എന്നും ചെറിയ ചെറിയ വഴക്കുകൾ ഉണ്ടാകണമെന്ന പക്ഷക്കാരനാണ് ഞാൻ. അതാണ് ആഴത്തിലുള്ള സ്നേഹമെന്ന് തോന്നുന്നു. നിന്റെ അമ്മ എപ്പോഴും നിന്നോട് വഴക്കിട്ടുകൊണ്ട് നിന്നെ സ്നേഹിക്കുക. വെറുതെ നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അച്ഛൻ പറയുന്ന വാക്കുകളല്ലിത്. 40 കൊല്ലം നിന്റെ അമ്മയോടൊപ്പം ജീവിച്ച ആളാണ് ഞാൻ. ആ അനുഭവം വെച്ചാ ഞാനത് പറയുന്നത്. എല്ലാവരെയും നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് അച്ഛാ ഞാൻ കാണുന്നത്. അമ്മയും മറ്റുള്ളവരുമൊക്കെ എനിക്ക് വേണ്ടി വേദനിക്കുന്നത് ഞാൻ സഹിക്കില്ല അച്ഛാ. നിന്റെ മനസാക്ഷിക്കറിയാമല്ലോ നിന്നിലെ നിന്നെപ്പറ്റി. നീ മറ്റുള്ളവർക്കൊരു ദ്രോഹവും ചെയ്യാത്തിടത്തോളം കാലം നീ വിഷമിക്കേണ്ട ഒരാവശ്യവുമില്ല. നോക്ക്, നീ ഏത് നേരവും ഇങ്ങനെ ഒരേ മനോവിചാരത്തോടിരിക്കാതെ ഇവിടെ എല്ലാവരോടും സ്നേഹത്തോടെ ഇടപഴകാൻ നോക്ക്. ജഗദീഷിനോടും രാമഭദ്രനോടും നിന്റെ മകൾ മീനാക്ഷിയോടും ഒക്കെ കിട്ടുന്ന സന്ദർഭങ്ങളിൽ സംസാരിച്ച് മനസ്സ് ഫ്രഷാക്കാൻ നോക്ക്. അവരും അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. നീ സങ്കടപ്പെടുന്നത് നീ കാണാതെ ഞാൻ കാണുന്നുണ്ട്. എനിക്കും നിന്റെ അമ്മയ്ക്കും ഇപ്പോ ഒരേ ഒരു സങ്കടമേ ഉള്ളൂ. അത് നീയാണ് അച്ഛാ. നീ തിരിച്ചു പോകുമ്പോഴാണ് ആ സങ്കടം സഹിക്കാൻ വയ്യാതായി മാറുന്നത്. വിദേശത്തുള്ള മക്കൾ ലീവും കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ മാതാപിതാക്കൾക്ക് സങ്കടമുണ്ടാവും. ഇതാ സങ്കടമല്ലല്ലോ. നീ പോകുന്നത് ഭാര്യയോടും മക്കളോടും ഒത്തല്ലല്ലോ, ജയിലിലേക്കല്ലേ? അതെ. പിന്നെ നീ പറഞ്ഞല്ലോ എല്ലാം നഷ്ടപ്പെടുകയാണെന്ന്. മോനെ, ഒന്നുമില്ലായ്മയിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. എനിക്കറിയാം എന്താണ് നിനക്ക് നഷ്ടപ്പെട്ടു നീ ഉദ്ദേശിക്കുന്നതെന്ന്. അതൊക്കെ തിരിച്ചു കിട്ടും. ഒന്നും നഷ്ടപ്പെട്ടു നീ കരുതണ്ട. ഈശ്വരൻ വിചാരിച്ചാൽ അതൊക്കെ തിരിച്ചു കിട്ടാവുന്നതേ ഉള്ളൂ. നിന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുമെന്ന് അമ്മ മനടത്തോട് മല്ലടിച്ച ദിവസം എനിക്ക് മനസ്സിലായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ അതിർത്തി ലംഘിച്ച് ഇവരെന്തിന് ഇപ്പുറത്ത് കടന്നു? എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ കുഞ്ഞിനെ ഇവരുടെ കയ്യിൽ ആര് കൊടുത്തു? നിന്റെ കുഞ്ഞിനെ രക്ഷിക്കാനാണ് മീനാക്ഷി അത് ചെയ്തതെന്ന് അവള് പറഞ്ഞില്ലേടാ? പൊടിക്കുഞ്ഞ, അതിന് പനി പകർന്നാല് എന്ത് ചെയ്യും? ആ കുഞ്ഞിനെ രക്ഷിക്കല്ലേ നന്ദിനി ചെയ്തത്? എന്നെ എല്ലാരും കൂടി രക്ഷിച്ച് എനിക്ക് മതിയായി. ഇനി എന്റെ കുഞ്ഞിനെ കൂടി രക്ഷിക്കാൻ ആരും വരണ്ട. നന്ദിനിയെടുത്തോട് നീ ഇങ്ങനൊന്ന് പറയരുത് മോനെ. മാതൃശാപം കിട്ടും. എന്ത് മാതൃശാപം? ഇവന്റെ അമ്മ ഞാനാ. ഞാൻ എന്തായാലും അവനെ ശപിക്കില്ല. സൗന്ദര്യം കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞ് പ്രസവിച്ച കുഞ്ഞിന്റെ പരിസരത്ത് നിന്ന് മാറി നടന്നവളാ നീ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടാ. ഇവളാ ഇതിനൊക്കെ കാരണക്കാരി. കൈവീശി ഇവളുടെ കർണത്തൊന്നും കൊടുത്തില്ലെങ്കിലേ നീ പിന്നെയും പിടിപ്പ് കേട്ടവനാവും. കേട്ടോടാ കാർത്തി? പല പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു, നീ എന്റെ സെർവന്റും അടിമയാണെന്ന്. എന്റെ കുഞ്ഞിനെ നോക്കുക മാത്രമാ നിന്റെ ജോലി. അത് മാത്രം നീ ചെയ്താ മതി. എന്റെ വാക്ക് ധിക്കരിച്ച് നീ പ്രവർത്തിച്ചാൽ നിന്റെ ചെകിടടിച്ച് ഞാൻ പൊട്ടിക്കും. നീ അവക്കിട്ട് ഞൊട്ടും. നിങ്ങളെ ബലമായിട്ടൊരു താലി ഞങ്ങളുടെ കുഞ്ഞിന്റെ പെടലിക്ക് നീ കെട്ടിയെന്നും പറഞ്ഞ നീ ഉടമയെ ഭർത്താവൊന്നും ചമയണ്ട. നീ ഇവളെ സ്നേഹത്തോടെ ഭാര്യയായിട്ട് സ്വീകരിച്ചെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് വരെ നീ ഇവളുടെ ശരീരത്ത് തൊട്ട
നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കും. ഈ കല്യാണം വരെ നീയും എനിക്ക് മകനായിരുന്നു. പക്ഷെ ആ ബന്ധമൊക്കെ ഞാനങ്ങ് മറന്നു കളയും. അതുകൊണ്ട് പൊന്നു മകനെ, ഭാര്യ പോയതിന്റെ പേരില് നിന്റെ മാനസിക നില തകർന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്നെ ഈ ചെറിയമ്മ അവനൊരു സൈക്കാട്രിസ്റ്റിന് എടുത്ത് കൊണ്ടുപോകാം. നിന്നെ ഞങ്ങൾ സഹായിക്കാം, ചികിത്സിക്കാം. അല്ലാതെ വിരട്ടും കൊണ്ട് വന്നാലേ പോലീസ് ഉദ്യോഗമൊന്നും വേണടാ, ഞങ്ങൾക്ക് പണി പഠിപ്പിച്ചു തരും. എന്റെ ലൈഫ് തകർത്തത് ഇവളാ. മരണം വരെ ഇവളെ ഞാൻ കരയിപ്പിക്കും. ഇതെന്റെ വെല്ലുവിളിയാ. എല്ലാവരും കരുതിയിരുന്നു. കുഞ്ഞിനെ ഇങ്ങ് താമേ. എന്റെ കുഞ്ഞിന്റെ വിധി ഇതായി പോയല്ലോ എന്റെ ദൈവമേ. അയ്യോ, അവളുടെ ഒരു പൂങ്കണ്ണീര്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.